കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന ഒരു വലിയ സർവകലാശാലയിൽ പല ഘട്ടങ്ങളിലായി പഠിച്ചിറങ്ങിയ നിയമസഭാ സാമാജികരായ ആളുകളുടെ ഒരു അപൂർവമായ കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യപരിപാടി ആരംഭിക്കുകയാണ്. ആദ്യം ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, നിയമസഭയുടെ ചരിത്രത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണിതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറയുകയുണ്ടായി, ഹൗവർ ഗുഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി, ഇഫ് ദോസ് ഹു ആർ ഇംപ്ലിമെൻറ്റിംഗ് ആർ നോട്ട് ഗുഡ്, ഇറ്റ് വിൽ പ്രൂവ് ടു ബി ബാഡ്. Similarly, however bad a constitution may be, if those who are implementing are good, it will prove to be good. ഭരണഘടന എത്ര നല്ലതായാൽ തന്നെ അത് നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ജുഡീഷ്യറിയുടെയും കയ്യിലാണ് അതിൻ്റെ ഭാവി. അത്തരത്തിലുള്ള മഹനീയമായ ഇന്ത്യയുടെ ഭരണഘടന അത് ഉദ്ദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ ലെങ്തിലും ബ്രെഡ്ത്തിലും ഡെപ്തിലും മനസ്സിലാക്കാനും വിശിഷ്യ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനിക്കാനും അതുണ്ടാക്കിയവരുടെ മനസ്സറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ മനസ്സറിയാനുള്ള ഒരേ ഒരു സംവിധാനമേ നമുക്കുള്ളൂ, അതാണ് CAD അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ്. അത് പ്രാദേശിക ഭാഷയിൽ ആദ്യമായി റിലീസ് ചെയ്യുന്നത് നമ്മളാണ്, കേരളമാണ്, കേരള നിയമസഭയാണ്. അതിൻ്റെ ഒന്നാം വാല്യത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രഥമ സമ്മേളനമാണിത്. ഇതിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർമ്മം. ആദ്യമായി ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. സാറിനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ സാറാണ്. നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുവാനായിട്ട് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശ്രീ VM സുധീരൻ സാർ, അതുപോലെ തന്നെ ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ മുൻ സ്പീക്കറും MP-യുമായ ശ്രീ K രാധാകൃഷ്ണൻ സാർ, ശ്രീ ശ്രീരാമകൃഷ്ണൻ സാർ മുൻ സ്പീക്കർ, ഇവരെല്ലാം വിവിധങ്ങളായ കാരണങ്ങളാൽ എത്താൻ സാധിക്കില്ല എന്ന് പറയുകയും അതിൽ പ്രത്യേകിച്ച് VM സുധീരൻ സാറും അതുപോലെ തന്നെ മറ്റ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ശ്രീ AK ആൻ്റണി സാറും സാറിനെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ നേരിട്ട് കണ്ട് നമ്മളെ ഇൻവിറ്റേഷൻ അറിയിച്ചതാണ്. അവരും പ്രത്യേകം നമുക്ക് വേണ്ടിയിട്ട് സന്ദേശം അയച്ചിട്ടുണ്ട്. ആ സന്ദേശം ഈ വേദിയിൽ കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഹാജരായിട്ടുള്ള ശ്രീ M വിജയകുമാർ സാറിനെ സ്നേഹത്തോടെ, മുൻ സ്പീക്കറായ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുൻ സ്പീക്കറായ ശ്രീ N ശക്തൻ സാറിനെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹാജരായിട്ടുള്ള മുൻ മന്ത്രിയും കേരള സ്റ്റേറ്റ് ഫോർമർ MLA ഫോറത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ശ്രീ പന്തളം സുധാകരൻ സാറിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മുൻ നിയമസഭാ സെക്രട്ടറിയും കേരള ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസുമായ ശ്രീ R രാജേന്ദ്ര ബാബു സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
ദേശാഭിമാനിയുടെ സീനിയർ ജേർണലിസ്റ്റ് കൂടിയായ ശ്രീ SR ശക്തിധരൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയും ആയ മുൻപിവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി S ജയശ്രീ അവരെ സ്വാഗതം ചെയ്യുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്താൻ ഇവിടെയുള്ള നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി C ബേബിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ധന്യമാക്കുന്ന മുൻ MLA-മാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, മുൻ നിയമസഭാ സെക്രട്ടറിമാർ, മറ്റ് വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ എത്തി ഈ പരിപാടിയെ ഗംഭീരമാക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് സ്വാഗതം അരുളുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നിയമസഭാ സ്പീക്കർ ബഹുമാനായ ശ്രീ AN ഷംസീർ, സ്വാഗതം ആശംസിച്ച നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മുൻ സ്പീക്കർ ശ്രീ M വിജയകുമാർ, മുൻ സ്പീക്കറായിട്ടുള്ള ശ്രീ N ശക്തൻ, മുൻ മന്ത്രി, അതുപോലെ തന്നെ ഫോർമർ MLA ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ പന്തളം സുധാകരൻ, മുൻ നിയമസഭാ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ R രാജേന്ദ്രബാബു, ശ്രീ SR ശക്തിധരൻ, ശ്രീമതി S ജയശ്രീ, ശ്രീ ഷാജി C ബേബി, സ്നേഹം നിറഞ്ഞ മുൻ നിയമസഭാ സാമാജികർ, അതുപോലെ തന്നെ നിലവിലെ MLA-മാർ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, നിയമസഭാ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിയമസഭ ഇന്ന് 2 പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മുൻ നിയമസഭാ സാമാജികരും മുൻ സെക്രട്ടറിമാരും മാധ്യമപ്രവർത്തകരും മുൻ ജീവനക്കാരും അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന പരിപാടിയാണ് ആദ്യമായി ഇവിടെ നടക്കുന്നത്. ഒരു കാലത്തിൻ്റെ മൂല്യങ്ങളും ചിന്തകളും രീതികളും അടുത്ത തലമുറയിലേക്ക് പടരുമ്പോഴാണ് നമ്മൾ അതിനെ സംസ്കാരം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സമ്പന്നമായ സംസ്കാരമാണ് കേരള നിയമസഭയുടേത്. എന്തുകൊണ്ടാണ് ഇലകൾ ഇങ്ങനെയായത് എന്ന് അറിയണമെങ്കിൽ മരം എങ്ങനെ വളരുന്നു എന്ന് അറിയണം. സമ്പന്നമായ രാഷ്ട്രീയ നിയമസഭാ ജനാധിപത്യ പാരമ്പര്യമാണ് കേരളത്തിൻ്റേത്. അതിന് വഴിയൊരുക്കിയ മുൻകാല സാമാജികരും അവരോടൊപ്പം പ്രവർത്തിച്ച ജീവനക്കാരും ഒത്തുചേരുന്ന ഒരു വേദിയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അവരോടൊപ്പം പ്രവർത്തിച്ച ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. പുസ്തകങ്ങളിലൂടെ കിട്ടുന്നത് അനുഭവങ്ങളുടെ ചാരമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അനുഭവങ്ങളുടെ കനൽ അതുപോലെ പകർന്ന് കിട്ടുന്നൊരവസരമാണ് ഇത്. പോയ കാലത്തിൻ്റെ ഓർമ്മകൾ സംഭരിക്കാത്ത ജീവിതം അർത്ഥശൂന്യമാണ്. തലമുറകളിലൂടെ പകർന്നു കിട്ടുന്ന അറിവും അനുഭവ പാരമ്പര്യവുമാണ് ഇന്നത്തെ സഭ സാധ്യമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ നവോത്ഥാന കേരളം സാധ്യമാക്കിയത് നമ്മുടെ മുൻഗാമികളാണ്. അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും നേരിട്ട് കേൾക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ് ഇന്നത്തെ ഈ ചടങ്ങ്. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. മുൻകാല സാമാജികരുടെ സേവനവും അനുഭവ പരിചയവും സഭാപ്രവർത്തനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിരം സംവിധാനമാണ് ഉണ്ടാകേണ്ടത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിയമനിർമ്മാണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ ലോകമെമ്പാടും പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ ചില തുടക്കങ്ങൾക്ക് കേരള നിയമസഭയും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുൻ സാമാജികരെ നന്നായി പ്രയോജനപ്പെടുത്താവുന്നതാണ്. മുൻ നിയമസഭാ ഉദ്യോഗസ്ഥരെയും ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.
കാനഡയിൽ കനേഡിയൻ അസോസിയേഷൻ ഓഫ് ഫോർമർ പാർലമെൻറ്റേറിയൻസ് ആക്ട് എന്ന ഒരു നിയമം തന്നെ നിലവിലുണ്ട്. കാനഡയിൽ ഈ നിയമപരമായ സംവിധാനം പ്രയോജനപ്പെടുത്തി മുൻ സാമാജികർക്കായി ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും നിലവിലുണ്ട്. പാർലമെൻ്ററി പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ കേരള നിയമസഭയ്ക്ക് ഇക്കാര്യത്തിലും മുൻകൈ എടുക്കാം എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പെയ്തിറങ്ങുന്ന ഓർമ്മകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, മുൻ നിയമസഭാ സ്പീക്കർമാരായ ശ്രീ M. വിജയകുമാർ, N. ശക്തൻ, പന്തളം സുധാകരൻ, ജസ്റ്റിസ് ശ്രീ R. രാജേന്ദ്രബാബു, SR ശക്തിധരൻ, S. ജയശ്രീ, സ്പെഷ്യൽ സെക്രട്ടറി ഷാജി C. ബാബു, ഇവിടെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാർ, മറ്റ് സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ മുൻ സാമാജികർ, നിയമസഭ ഇപ്പോഴത്തെ സാമാജികർ, മറ്റ് നിയമസഭയുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, നിയമസഭാ ജീവനക്കാർ, മാധ്യമപ്രവർത്തകരെ, കേരള നിയമസഭയുടെ ഒരു സ്പെഷ്യൽ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന പേരിൽ ഈ നിയമസഭയിൽ 1 മുതൽ 15 വരെയുള്ള കേരള നിയമസഭയിൽ പല ഘട്ടങ്ങളിലായി നിയമസഭാ സാമാജികരായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഒപ്പം സജീവ രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന ആളുകളുടെ ഒരു സംഗമമാണിത്. യഥാർത്ഥത്തിൽ ഇന്ന് പല ക്യാമ്പസുകളിലും പഴയകാല അലുമിനി കൂട്ടായ്മ നടക്കാറുണ്ട്. അത് ക്യാമ്പസുകളിലാണ്. ഇന്ന കാലഘട്ടത്തിൽ ഇന്ന ക്യാമ്പസിൽ പഠിച്ച ആളുകളുടെ കൂട്ടായ്മ. അത്തരം കൂട്ടായ്മകളിൽ പലരും ഞാൻ ഉൾപ്പെടുന്ന നിയമസഭാ സാമാജികരെ ക്ഷണിക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും നിർബന്ധിക്കാറുണ്ട്. ഇതൊരു പ്രത്യേക കൂട്ടായ്മയാണ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന ഒരു വലിയ സർവകലാശാലയിൽ പല ഘട്ടങ്ങളിലായി പഠിച്ചിറങ്ങിയ നിയമസഭാ സാമാജികരായ ആളുകളുടെ ഒരു അപൂർവമായ കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ ഓരോ മുൻ സാമാജികരെയും ഞാൻ കണ്ടു. അവരുമായി സ്നേഹ അന്വേഷണം നടത്തിയപ്പോഴെല്ലാം അവരുടെ എല്ലാം മുഖത്ത് കാണുന്ന സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. കാരണം അവർ പറഞ്ഞൊരു കാര്യം, ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ കൊളീഗ്സിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ, സഹസാമാജികന്മാരെ കാണാൻ അവസരമുണ്ടായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതുതന്നെയാണ്. പല കാലഘട്ടങ്ങളിലായി നിയമസഭാ സാമാജികന്മാരായി ഒന്നിച്ചിരുന്നവർ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, ഒന്നിച്ച് ഏറ്റുമുട്ടിയവർ, അവരെല്ലാം ഇന്ന് ഈ നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഒന്നിച്ചിരിക്കുന്നു. ആ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ 15ാമത് കേരള നിയമസഭ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കേരള നിയമസഭയ്ക്ക് വളരെ വളരെ വലിയ ലെഗസിയുള്ള ഒരു നിയമസഭയാണ്. വളരെ പ്രധാനപ്പെട്ട പല നിയമങ്ങളും നിർമ്മിച്ച നിയമസഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭ ഇന്ത്യക്ക് മാതൃകയായ നിയമസഭയാണ്. ഇന്ത്യക്ക് മാതൃകയായ കേരള നിയമസഭ ഒരു അപൂർവ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. അത് നിയമസഭാ സാമാജികന്മാരായി പിരിഞ്ഞ ആളുകൾക്കുള്ളൊരു കൂട്ടായ്മ എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവർക്കും ഉറച്ച ഒരു സ്ഥാനമുണ്ട്. MLA സ്ഥാനം ഒരു ഘട്ടം കഴിയുമ്പം മാറും, ഒഴിയും, നഷ്ടപ്പെടും. പക്ഷേ ഏതൊരു ജനപ്രതിനിധിക്കും ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്ഥാനമാണ് XMLA, XMP. ആ XMLAമാരോട് സംഘടിച്ചിട്ടുള്ളത് അവരെയാണ് ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ലിഗസി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ആ മാതൃക ഈ 14 നിയമസഭക്കകത്തും പ്രവർത്തിച്ചവരുണ്ട്. ഇതിൽ നേരത്തെ വന്ന് പ്രവർത്തിച്ച് പിന്നീട് പൊതുരംഗത്ത് സജീവമായവരുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്, നിങ്ങളുടെ മാതൃക അതേ നിലയിൽ തുടരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പരമാവധി പകർത്താനും ഞങ്ങൾ ശ്രമിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കേരള നിയമസഭക്കകത്ത് പല ഘട്ടത്തിലും ഞാൻ 14ലും 15ലുമാണ് അംഗം. 14ാം നിയമസഭയിലും 15ാം നിയമസഭയിലും കണ്ട ഒരു പ്രത്യേകത, ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നിയമനിർമ്മാണ സഭയിൽ അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടത്തിൽ പരസ്പരം ഗോഗോ വിളിച്ച് പരസ്പരം ഏറ്റുമുട്ടി പിരിഞ്ഞ പിന്നെ എങ്ങനെയാണ് അപ്പുറത്തേക്ക് മുഖത്തേക്ക് നോക്കുക എന്നുള്ളതായിരുന്നു. ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മുൻഗാമികൾ ഞാൻ കണ്ടത്
യാതൊരു മടിയുമില്ലാതെ അവരെല്ലാം ഒന്നിച്ചിരുന്ന് കോഫി ഹൗസിലിരുന്ന് ചായ കുടിക്കുമ്പം അതാണ് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത അതാണ്. പരസ്പരം നയങ്ങളുടെ പേരിൽ കലഹിക്കുന്നവർ, ഏറ്റുമുട്ടുന്നവർ, ആ നിമിഷഘട്ടത്തിലെ പ്രവർത്തനം കഴിഞ്ഞാൽ പരസ്പരം യോജിച്ചിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യ പ്രക്രിയ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ആ മാതൃക അതേ നിലയിൽ തുടരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പരമാവധി അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്. ഇവിടെ നിരവധി നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. 1ാമത് കേരള നിയമസഭ മുതൽ 15ാമത് കേരള നിയമസഭ വരെ പരിശോധിക്കുമ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന നിരവധി നിയമനിർമ്മാണങ്ങൾ, വിദ്യാഭ്യാസ പരിഷ്കരണം ഉൾപ്പെടെയുള്ള നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സഭയാണ് കേരള നിയമസഭ. ഒരുപക്ഷെ കേരള മോഡൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് കേരള മോഡൽ, ആരോഗ്യമേഖലയെക്കുറിച്ച് പറയുമ്പോഴാണ് കേരള മോഡൽ, ആരോഗ്യമേഖലയെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും നാം കേരള മോഡൽ എന്ന് പറയുമെങ്കിൽ നമുക്ക് കേരള മോഡലായി ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്നത് നിയമസഭാ സമ്മേളനം ചേരുന്ന കാര്യത്തിലും ഇന്ത്യക്ക് മാതൃകയാണ് കേരളം. ഇന്ത്യക്ക് മാതൃകയാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭാ സമ്മേളനങ്ങൾ കൃത്യമായി ചേരുന്നു, നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. നിയമനിർമ്മാണങ്ങൾ എന്നത് കേവലം നിയമം അവതരിപ്പിച്ച് പാസാക്കി പോക്കല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും എല്ലാം ഒടുവിൽ വളരെ സമയമെടുത്ത് നിയമം പാസ്സാക്കുന്ന സഭയാണ് കേരള നിയമസഭ. അത് നിങ്ങൾ ഞങ്ങൾക്ക് കാട്ടിത്തന്ന മാതൃകയാണ്. ആ മാതൃക ഞങ്ങൾ പിന്തുടർന്നു പോകുന്നു എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിയമസഭാ സമിതികളെ പരിശോധിക്കുമ്പം ഇന്ത്യക്ക് മാതൃക കേരളം തന്നെയാണ്. ആ നിയമസഭാ സമിതികൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ആ സമിതികളുടെ പ്രവർത്തനം, നിയമസഭാ സമ്മേളനങ്ങളുടെ കാര്യം, ഇതെല്ലാം ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരള നിയമസഭയാണ് ഈ നിയമസഭ. ഒപ്പം ഒരു കാര്യം കൂടി പറയാം. ഒരുപക്ഷേ മുൻ സാമാജികന്മാർക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സമിതിയുള്ളതും കേരളത്തിൽ തന്നെയാണ്. വളരെ ഫലപ്രദമായി മുൻ നിയമസഭാ സാമാജികന്മാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കറെ കാണാനും ഗവൺമെൻറ്റിനെ കാണാനും പലപ്പോഴും നിങ്ങളുടെ പ്രതിനിധികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എല്ലാ തലത്തിലും മാതൃകയായ കേരള നിയമസഭ ഇന്നിവിടെ പഴയകാല നിയമസഭാ സാമാജികരെ ഒന്ന് വിളിച്ചു ചേർത്ത് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രക്രിയക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിയമസഭാ സ്പീക്കർ എന്ന നിലക്കുള്ള പ്രസംഗത്തിന് പ്രസക്തിയില്ല. കാരണം ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടുന്ന പുതുതലമുറ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും മുൻ നിയമസഭാ സാമാജികർ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രസംഗം തന്നെയായിരിക്കും. ഞാൻ എൻ്റെ കാലത്ത് നിയമസഭാ സാമാജികർ ഞാൻ കൊടുക്കുന്ന എൻ്റെ അഡ്വൈസ് ചെയ്യാൻ ഞാനൊരു സീനിയർ മോസ്റ്റ് അംഗമല്ലെങ്കിലും പലപ്പോഴും എന്നെ കാണാൻ വരുന്നതാണ് ഞാൻ പറയാറുള്ളത്, സഭക്കകത്തിരിക്കണം. സഭക്കകത്ത് പരമാവധി ഇരുന്നാൽ മാത്രമേ സഭാ ചട്ടങ്ങളും സഭാ നിയമങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിയമസഭാ സ്പീക്കർ ആകുന്നത് വരെ നിയമസഭാ സാമാജികൻ എന്നെക്കുറിച്ച് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് സഭയിൽ ഏറ്റവും നൊട്ടോറിയസ് എന്നായിരുന്നു. ഞാൻ തന്നെ അഭിമാനത്തോട് പറയും, ഞാൻ നൊട്ടോറിയസ് ആവാൻ കാരണം സഭയിൽ ഇരുന്നത് കൊണ്ടാണ്. സഭക്കകത്ത് ഇരിക്കുന്നില്ലെങ്കിൽ ഒരു കാലത്തും ഒന്നിനും ഇടപെടേണ്ട കാര്യമില്ല. സഭക്കകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് സഭക്കകത്ത് ഇടപെടേണ്ടി വരുന്നത്. സഭക്കകത്ത് ഇടപെടേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഭക്കകത്ത് ഇരുന്നാൽ മാത്രമേ, പുസ്തക വായനയിലൂടെയല്ല, നിയമ ചട്ടങ്ങൾ വായിച്ചല്ല നാം പഠിക്കണം, മറിച്ച് ഇടപെടലിലൂടെ ഞങ്ങളുടെ മുൻ സീനിയേഴ്സ് ആയിട്ടുള്ള പലരുടെയും ഇടപെടലിലൂടെയാണ് പലപ്പോഴും ഞങ്ങളെല്ലാം കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ 14ാമത് കേരള നിയമസഭയിൽ ഭരണപക്ഷിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇരുന്നത്. അന്ന് നിയമസഭാ സമിതിക്കകത്ത് അന്ന് മുതിർന്ന മന്ത്രിമാരെന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ രണ്ടുപേരുടെ ഇരിക്കുന്നുണ്ട്, VP അതുപോലെ തന്നെ AK ബാലനും. അവരുടെയൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു ഞങ്ങളൊക്കെ അന്ന് സഭക്കകത്ത് ഇടപെട്ടത്. ഇന്ന് നിയമസഭ 15ാമത് കേരള നിയമസഭയിൽ സ്പീക്കറായിരിക്കുമ്പം സഭ നിങ്ങൾക്കറിയാം പലപ്പോഴും കലുഷിതമാകുമ്പോഴും വളരെ ശാന്തതയോടെ സ്പീക്കർ എന്ന ചെയറിനെ ബഹുമാനിച്ചുകൊണ്ട്, അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ ചെയറിനെ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റം കേരള നിയമസഭക്കകത്തുണ്ട്. സ്പീക്കർ പറഞ്ഞാൽ കേൾക്കുന്ന രീതി രണ്ട് പക്ഷത്തുമുണ്ട്. അങ്ങനെയെല്ലാം ഒരുപാട് അനുഭവങ്ങൾ 10-9 വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ എനിക്കുണ്ടെങ്കിലും അതൊന്നും എൻ്റെ കേൾക്കേണ്ട സമയമല്ല, മറിച്ച് ഇവിടെ പ്രതിനിധികളായി എത്തിയവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഒപ്പം മുൻ സ്പീക്കർമാർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുകൊണ്ട് നിയമസഭക്കകത്ത് നടത്തുന്ന പ്രസംഗം പോലെ തന്നെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചാൽ മറ്റാളുകൾ കൂടി പ്രസംഗം നടത്താനും സമയബന്ധിതമായി നമുക്ക് തീർക്കാനും സാധിക്കും. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിമിതികൾ ഒരുപാടുണ്ടായിട്ടും ആരോഗ്യം അലട്ടുന്നവരുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറ്റിവെച്ച് നിയമസഭ എന്ന ഈ സർവകലാശാലയുടെ പൂർവ്വ വിദ്യാർത്ഥികളായി ഇവിടെ വന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും കേരള നിയമസഭയ്ക്ക് വേണ്ടി അവരോടെല്ലാമുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്നീ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
നന്ദി സർ. ഈ സ്നേഹസംഗമത്തിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ശ്രീ എം വിജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോപകുമാർ, ഈ പെയ്തിറങ്ങുന്ന ഓർമ്മകളെന്ന ഈ സമ്മേളനത്തെ സ്വാഗതം ചെയ്ത നിയമസഭയുടെ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ, ഈ മഹനീയമായ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ഊർജ്ജസ്വലനായ നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുൻ സ്പീക്കർ ശ്രീ N ശക്തൻ തുടങ്ങി മറ്റ് വിശിഷ്ട അതിഥികളെ, എല്ലാവരും വിശിഷ്ട അതിഥികളാണ്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെയാണ്. ഇതൊരു പുതിയ അനുഭവമാണ് കേരള നിയമസഭയെ സംബന്ധിച്ച്. കേരള നിയമസഭയുടെ ഭാഗമായിരുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണിത്. അതിൽ മുൻ സാമാജികർ മാത്രമല്ല, സാമാജികരുടെ ഭാഗമായിട്ട് വിവിധ സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്. മന്ത്രിമാരുൾപ്പെടെ, മുഖ്യമന്ത്രിമാരുൾപ്പെടെ, സ്പീക്കർമാരുൾപ്പെടെ, ഡെപ്യൂട്ടി സ്പീക്കർമാരുൾപ്പെടെ, നിയമസഭയെ നയിച്ച അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എന്ന നിലയിൽ നിയമസഭാ സെക്രട്ടറിമാരും ജീവനക്കാരും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ അനുഭവമാണിത്. ഞാൻ നിയമസഭാ സ്പീക്കറോട് തന്നെ പറഞ്ഞു, ഇത് ചരിത്രത്തിലാദ്യമാണ്. ഒരു നല്ല തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല മാതൃകയാണ് ഇത് സംബന്ധിച്ച് സ്പീക്കറും അതേപോലെ തന്നെ അധ്യക്ഷനായിരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇത്തരം സദസ്സുകൾ മാത്രം പോരാ, കൂടിച്ചേരൽ മാത്രം പോരാ അല്ലേ, അതിൽ അവസാനിപ്പിക്കാൻ പാടില്ല. ഇതിനെ നിയമസഭയുടെ തന്നെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മുൻ സാമാജികരെയും മുൻഗാമികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം കേരള നിയമസഭയ്ക്ക് നടത്താൻ സാധിച്ചാൽ അത് എല്ലാ നിയമസഭകൾക്കും മാതൃകയായി മാറും. കേരളമാണ് എക്കാലവും നിയമസഭയുടെ കാര്യത്തിൽ മാതൃക, നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിൽ മാതൃക എന്നിവിടെ സൂചിപ്പിച്ചല്ലോ. ഇതിലും ഒരു മാതൃക, ഒരു നിയമനിർമ്മാണം. എന്തുകൊണ്ട്? കാരണം ഇത്രയധികം അനുഭവ സമ്പത്തുള്ള ഒരു വിഭാഗം കേരളത്തിലില്ലല്ലോ. ആ അനുഭവ സമ്പത്ത് കൊണ്ട് എന്താണ് നിയമസഭയ്ക്ക് പ്രയോജനം, അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന് അതിൻ്റെ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അവരവരുടെ വഴിക്ക് പോവുക. ഞങ്ങൾ ഈ ഫോറം എന്ന നിലയിൽ രൂപീകരിക്കാനുള്ള പ്രധാന കാരണം തന്നെ അതാണ്. ഫോർമർ MLAs ഫോറം ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോറം, നിയമസഭയുടെ ഫോറമാണ്. അതിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നതാണ് ഈ നിയമസഭയുടെ പ്രത്യേകത. നമ്മുടെ സ്പീക്കർ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ടുള്ള മാതൃകയാണ്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ചേരാറുണ്ട്, അതല്ല, അതിലുപരിയായിട്ട് ഔദ്യോഗിക നിയമസഭയുടെ എല്ലാ പരിപാടികളിലും ഇപ്പോൾ ക്ഷണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിന് കേരള നിയമസഭയെയും അതിന് നയിക്കുന്ന സ്പീക്കർ ശ്രീ AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, അവരെ മുൻ നിയമസഭാ സാമാജികർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ഇത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. കേരള നിയമസഭയ്ക്കുള്ള ഒരു ചരിത്രം, അതിൻ്റെ ലെഗസി ഇന്ത്യയിലില്ല എന്നിവിടെ സൂചിപ്പിച്ചല്ലോ, വസ്തുതയാണ്. ഇതിന് സമാനമായി പറയാൻ കഴിയുന്ന ഒരു നിയമസഭ മൈസൂർ നിയമസഭ മാത്രമാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് നിയമസഭ ആരംഭിക്കുന്നതെങ്കിൽ മൈസൂർ മാത്രമാണ്. 137 വർഷത്തെ ചരിത്രമുള്ള നിയമസഭയാണ്. അത്ര ചരിത്രവും പാരമ്പര്യവുമുള്ള നിയമസഭയാണ് ഈ നിയമസഭ. അതിൻ്റെ പ്രവർത്തന കേന്ദ്രമാണ് ഈ സമ്മേളന വേദി എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ചരിത്രം പറയുമ്പോൾ ഓർമ്മിക്കാൻ കഴിയുന്ന 3 നിയമസഭാ ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഇപ്പോൾ 1888 മുതൽ ആരംഭിച്ചു എന്ന് പറയുന്ന നിയമസഭയിൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള, അന്ന് ആദ്യം ദിവാൻ്റെ ഓഫീസും സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ നിയമസഭാ മന്ദിരവും, ഇപ്പോൾ അയ്യങ്കാളി ഹാളെന്നറിയപ്പെടുന്ന VJT ഹാളും, അതൊക്കെ നിയമസഭാ മന്ദിരങ്ങളാണ്. ഇപ്പോൾ ഈ മന്ദിരവും അതിനെ ചരിത്ര സ്മാരകങ്ങളാക്കി മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ആ രൂപത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിയമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നിയമസഭയിൽ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞു, സമയ പരിമിതിയുണ്ട്. നിയമസഭ പോലെ തന്നെ സ്പീക്കർ അല്ലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറാണിത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സമയമില്ല, വളരെ പരിമിതമാണ്. ഞാൻ കടന്നു വന്നത് 8ാം കേരള നിയമസഭയിലാണ്. 10ാം കേരള നിയമസഭയിലാണ് ഞാൻ നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുമുതലുള്ള അനുഭവങ്ങളും ചരിത്രവും ഒക്കെയുണ്ട്. ആ പ്രവർത്തനങ്ങൾ, എത്രയോ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ചരിത്ര കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയത് നിയമസഭയെ സംബന്ധിച്ച്. ഞാൻ കടന്നു വരുമ്പോൾ നിയമസഭയുടെ തന്നെ കേരള നിയമസഭയുടെ അത് 57 മുതലാണ് 1ാം കേരള നിയമസഭ. 40ാം വർഷം ആഘോഷിച്ചു, സുവർണ ജൂബിലി ആഘോഷിച്ചു, ഗോൾഡൻ ജൂബിലി എന്ന് ആഘോഷിച്ചു. പഴയ ചരിത്രം വെച്ചുകൊണ്ട് ഈ കേരള നിയമസഭയുടെ 100ാം വർഷം ശ്രീ വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറായിരിക്കുന്ന കാലത്ത് ശതാബ്ദി ആഘോഷം നടത്തി. 125ാം വർഷം ആഘോഷിച്ചു. അങ്ങനെ എത്ര ചരിത്ര മുഹൂർത്തങ്ങളാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇന്നത്തെ സന്ദർഭം, ഇന്ന് ഈ ചടങ്ങിൽ തന്നെയുള്ള ശ്രദ്ധേയം ഈ ഒത്തുചേരലല്ല, അതിൽ ഉപരിയായിട്ട് പറയാൻ കഴിയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇന്ത്യൻ ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതിൻ്റെ ഒറിജിനൽ കോപ്പിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ പരിഭാഷയാണ് ഇവിടെ ഇപ്പോൾ അതൊരു വലിയ ചരിത്ര ദൗത്യമാണ്. വേറെ ആരും ചെയ്യാത്ത തരത്തിലുള്ള. ഞാൻ നിയമമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഭരണഘടന ഇംഗ്ലീഷിലാണല്ലോ, അതിനെ ഡിഗ്ലോട്ടാക്കി മലയാളത്തിൽ കൂടി ചേർത്ത് ഇംഗ്ലീഷും മലയാളവും ചേർത്ത് കൊണ്ടുള്ള ഒരു എഡിഷൻ അന്ന് ഇറക്കി നിയമസഭയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഇന്ന് അതിലുപരിയായിട്ടാണ് ഇവിടെ ഈ സന്ദർഭം ഇത് നടക്കുന്നത്. അതൊരു വലിയ സംഗതിയാണ്. കാരണം ഇന്ന് നമ്മുടെ ഭരണഘടന തന്നെ ഏറ്റവും അധികം വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഭരണഘടനയെ പിച്ചി ചീന്തുന്ന അനുഭവങ്ങൾ അത് സാധാരണക്കാരിൽ നിന്നല്ല വരുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്നു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതിനെ സംരക്ഷിക്കുക എന്നതാണ് നിയമസഭയുടെ പ്രഥമവും പ്രധാനവുമായ ചുമതലയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മുൻ MLA-മാരും അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയെ സംരക്ഷിക്കുക. ഭരണഘടനയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ
നമുക്ക് കഴിയും. ഇപ്പോൾ ഭരണഘടനയെ സംബന്ധിച്ച് തന്നെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി സൂചിപ്പിച്ചില്ലേ, ഭരണഘടന നിർമ്മാതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ തന്നെ ഭരണഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഒരു വാചകം മതി: നമ്മുടെ ഭരണഘടന എത്ര നന്നായാലും അത് നടപ്പിൽ വരുത്തുന്നവരെ ആശ്രയിച്ചിരിക്കും ആ ഭരണഘടന. അതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യചിഹ്നം. അത് നടപ്പിൽ വരുത്തുന്നത് വരെ ആശ്രയിച്ചാണ് ഭരണഘടനയ്ക്കും നിലനിൽപ്പുള്ളൂ എന്ന ഒരു ആശങ്ക രാജ്യത്താകെ നിലനിൽക്കുമ്പോഴാണ് ഇത് നടക്കുന്നത് എന്നതാണ്. അതിന് കൂടി സാക്ഷ്യം വഹിക്കാൻ അവസരമുണ്ടായി എന്ന കാര്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്. ദീർഘമായ ഒരു കാര്യത്തിലേക്കൊന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു ഏറ്റവും നല്ല, കേരള നിയമസഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ഒരു തുടക്കം എന്ന് തന്നെ വീണ്ടും വിലയിരുത്തിക്കൊണ്ട് ഈ സദസ്സിനും സമ്മേളനത്തിനും എല്ലാവർക്കും ഈ മഹനീയമായ സാന്നിധ്യം, എത്രയോ മഹാരഥന്മാരാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്, അവർക്കെല്ലാം ആദരവ് അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്ത് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ശ്രീ N. ശക്തനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംസീർ, എനിക്ക് തൊട്ടു മുൻപ് സംസാരിച്ച മുൻ സ്പീക്കർ ശ്രീ M. വിജയകുമാർ, ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ, മുൻ MLA-മാരുടെ സംഘടനയായ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമായ ശ്രീ പന്തളം സുധാകരൻ, മുൻ നിയമസഭാ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ R. രാജേന്ദ്ര ബാബു, സീനിയർ ജേർണലിസ്റ്റായ ശ്രീ SR. ശക്തിധരൻ, റിട്ടയർഡ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ജയശ്രീ, സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി C. ബേബി, എൻ്റെ മുൻപിലുള്ള ബഹുമാന്യരായ മന്ത്രിമാരെ, ബഹുമാന്യരായ MLA-മാരെ, ബഹുമാന്യരായ മുൻ മന്ത്രിമാരെ, ബഹുമാന്യരായ മുൻ MLA-മാരെ, മുൻ നിയമസഭാ സെക്രട്ടറിമാരെ, ഈ നിയമസഭയിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ, അദ്ദേഹം സ്പീക്കറായി വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മുൻ MLA-മാർക്ക് ഇവിടെ വരുവാനും ഒരുമിച്ചിരിക്കാനുമുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ നിയമസഭയെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാര്യങ്ങൾ അറിയാവുന്നവരാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു നിയമസഭയാണ് കേരള നിയമസഭ. ഇവിടുത്തെ നിയമനിർമ്മാണമെല്ലാം പലപ്പോഴും ഇന്ത്യയിൽ മറ്റു ഒരു നിയമസഭയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള നിയമനിർമ്മാണമാണ് കേരള നിയമസഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നിയമസഭ വലിപ്പത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും വളരെ നിലവാരം പുലർത്തുന്നതാണ്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റി, ഈ സബ്ജക്റ്റ് കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് കേരളത്തിലാണ്. അതിനുശേഷമാണ് പാർലമെൻറ്റിൽ പോലും സബ്ജക്റ്റ് കമ്മിറ്റി ആരംഭിച്ചത്. അതുപോലെ പല നിയമസഭാ കമ്മിറ്റികളും ആദ്യം ആരംഭിച്ചത് കേരള നിയമസഭയിലാണ്. ഇത് കണ്ടതിന് ശേഷമാണ് മറ്റ് പല നിയമസഭകളും ഇത്തരത്തിലുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്.
ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദിവസം സഭ സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായം അത് പോരാ എന്നുള്ളതാണ്. ഒരു മുൻ നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട നിയമം പോലും വേണ്ടത്ര ചർച്ചയില്ലാതെ പാസ്സാക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കൂടുതൽ ദിവസം സമ്മേളിച്ചാൽ ഭേദഗതികളൊക്കെ നമുക്ക് ഒന്ന് വിശദമായി സംസാരിച്ച് അംഗങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് അത് പാസ്സാക്കാൻ കഴിയും. വർഷത്തിലൊരിക്കൽ ഒരു മന്ത്രിക്ക് കിട്ടുന്ന അവസരമാണ് ഡിമാൻഡ്സ്, അതിനുള്ള ആ വകുപ്പിനെ സംബന്ധിച്ച് മറുപടി പറയാൻ കഴിയുന്നത്. അതുപോലും ചർച്ചയില്ലാതെ അന്ന് പെട്ടെന്ന് അത് ചർച്ചയില്ലാതെ പാസ്സാക്കി പോകുന്ന സാഹചര്യം പലപ്പോഴും കേരള നിയമസഭയിലുണ്ട്. ഞാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലായാലും ഈ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിക്കുന്നതും അത് പെട്ടെന്ന് നിർത്തിക്കുന്നതും ശരിയല്ല. അതിന് രണ്ട് കൂട്ടരും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് അത് കഴിയുന്നിടത്തോളം ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ദീർഘമായി സംസാരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ശ്രീ വിജയകുമാർ പറഞ്ഞു, അദ്ദേഹം 8ാം കേരള നിയമസഭയിലാണ് ആദ്യമായി വന്നത്. അതുപോലെ എനിക്കും അതിനുള്ള അവസരമുണ്ടായി. ഞാൻ 7ാം കേരള നിയമസഭയിലാണ് ആദ്യമായി MLA ആയി വരുന്നത്. അവിടെയും ഇവിടെയും പഴയ നിയമസഭാ മന്ദിരത്തിലും ഇവിടെയും വരാൻ ഞങ്ങൾക്കൊക്കെ അവസരമുണ്ടായി. ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. അവിടെ വന്നവരും ഈ 7ാം കേരള നിയമസഭയിൽ MLA ആയിരുന്ന ആളുകളെയും എല്ലാം ഇന്നെനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. സന്തോഷമുണ്ട്. പലരുടെയും ആരോഗ്യം മോശമായിട്ടുണ്ട്, പലരും നടക്കാൻ വിഷമിക്കുന്നുണ്ട്. എന്നാലും വീൽ ചെയറിൽ വന്ന ഒരു മുൻ MLA ഉൾപ്പെടെ ഇന്നിവിടെ വരുന്നു. അവരുടെ മനസ്സിനെ ഞാൻ പ്രത്യേകമായി അംഗീകരിക്കുകയാണ്. ഇതുപോലൊരു സമ്മേളനം നടക്കുമ്പോൾ വരണമെന്ന് അവർ കാണിക്കുന്ന താല്പര്യം അത് വളരെ പ്രശംസനീയമാണ്. അത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ചേരാനുള്ള അവസരം ഇനിയും ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മുൻ MLAമാർ ദീർഘകാലം ഇനിയും ജീവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും കേരള സ്റ്റേറ്റ് ഫോമർ MLA ഫോറം ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പന്തളം സുധാകരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരള നിയമസഭയുടെ പ്രഗത്ഭനായ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിയപ്പെട്ട ശ്രീ ചിറ്റയം ഗോപകുമാർ അവറുകളെ, നിയമസഭാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പുതുമകൾ സംഭാവന ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ നിയമസഭാ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ബഹുമാന്യനായ ഉദ്ഘാടകൻ നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവറുകളെ, വേദിയിലുള്ള ബഹുമാന്യരായ മുൻ സ്പീക്കർ ശ്രീ M വിജയകുമാർ അവറുകളെ, പ്രിയപ്പെട്ട ശ്രീ ശക്തൻ അവറുകളെ, ശ്രീ SR ശക്തിധരൻ, റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ R രാജേന്ദ്ര ബാബു, പ്രിയപ്പെട്ട കേരള നിയമസഭയുടെ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ, ശ്രീമതി S ജയശ്രീ, സ്പെഷ്യൽ സെക്രട്ടറി ഷാജി C ബേബി, എല്ലാത്തിനും ഉപരിയായി ഉള്ളൊരു ധന്യമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ നേതാക്കൾ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MLAമാർ, മുൻ നിയമസഭാ അംഗങ്ങൾ, അങ്ങനെ ഒരു തലമുറ, വിവിധ തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്ന ഓർമ്മകളുമായി
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുതുല്യരായ ബഹുമാന്യരെ, ആദ്യമായി വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വന്ന ബഹുമാന്യനായ സ്പീക്കറെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ഞാനും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മുമ്പ് പലപ്പോഴും മുൻ നിയമസഭാംഗങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ശ്രീ എൻ ഷംസീർ സ്പീക്കറായതിനു ശേഷമാണ് ബഹുമാന്യ ശ്രീ എം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഔദ്യോഗിക പരിവേഷത്തോടു കൂടി ഒരു കാലത്ത് നിയമസഭയ്ക്കുള്ളിലും പുറത്തും പുലികളായി പ്രവർത്തിച്ചിട്ടുള്ള മുൻ നിയമസഭാംഗങ്ങളെ അംഗീകരിക്കുവാനും അവർക്ക് ഊർജം പകരുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാക്കിയത് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങിൻ്റെ പേര് തന്നെ പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്നാണ്. യഥാർത്ഥത്തിൽ സൗഹൃദത്തിൻ്റെ പൂമഴയാണ് ഇവിടെ പെയ്തിറങ്ങുന്നത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഇതൊരു പെരുമഴയായി, ഒരു പ്രളയമായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് താരതമ്യേന ജൂനിയറായ എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ ജൂനിയറായ ഞാൻ അങ്ങനെ അനുഭവങ്ങളുടെ ഒരു പെരുമഴയ്ക്ക് തുടക്കമിടാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള യോഗ്യതയുമില്ല. എങ്കിലും ഞാൻ തോന്നുന്നു 1982 7ാം നിയമസഭയിലാണ് ഞാനും ഈ നിയമസഭയിൽ അംഗമാകാൻ എത്തിച്ചേർന്നത്. 3 നിയമസഭകളിൽ ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുന്നത് മഹാരഥന്മാരായ ഭരണാധികാരികൾ, മഹാരഥന്മാരായ നേതാക്കന്മാർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചരിത്രം തിരുത്തി കുറിച്ച ധീരരായ നേതാക്കന്മാർ, അവർ സന്നിഹിതരായിരുന്ന സഭയിൽ ഒരു പിൻബെഞ്ചുകാരനായിരിക്കാൻ ഭാഗ്യമുണ്ടായത് ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നെ നിയമസഭയിലേക്ക് എത്തിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനായ ശ്രീ കെ കരുണാകരൻ, അതിൽ പ്രഗത്ഭനായ ഒരുപാട് വാത്സല്യം തന്ന് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ഇ കെ നയനാർ, അതുപോലെ തന്നെ കർക്കശക്കാരനാണെങ്കിലും ഉള്ളിൽ വാത്സല്യം കാണിക്കുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ, അതുപോലെ നിയമസഭാ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണം, പ്രസംഗിക്കണം എന്ന് പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള ബേബി ജോൺ സാറ്, അങ്ങനെ എത്രയോ പേർ, ശ്രീ എ കെ ആൻ്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ, കെ എം മാണി, CH മുഹമ്മദ് കോയ, KR ഗൗരിയമ്മ, അങ്ങനെ ഒരിക്കലും കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെടാൻ കഴിയാത്ത ആ മഹാരഥന്മാരോട് ഒപ്പം ആ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. 8ാം നിയമസഭയിൽ ബഹുമാന്യ മുൻ സ്പീക്കർ കൂടിയ ശ്രീ എം വിജയകുമാറിനോടൊപ്പം ആണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ബഹുമാന്യനായ ഇ കെ നയനാർ ലീഡറോട് പറഞ്ഞത് തൻ്റെ ഈ സുധാകരൻ നിയമസഭയിലെ ഒരു ശല്യക്കാരനാണെന്നാണ്. അതെനിക്കൊരു സർട്ടിഫിക്കറ്റായിരുന്നു. കാരണം അവരുടെയൊക്കെ ആ ഒരു വാത്സല്യം, അവരുടെയൊക്കെ സ്നേഹം എനിക്ക് മാത്രമല്ല, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിരവധി പേര്, ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നിയമസഭയിൽ എത്രയോ ചർച്ചകൾക്ക് അതിശക്തമായ നേതൃത്വം കൂടെ ശ്രീ ഇ.പി. ജയരാജനൊക്കെ ഉണ്ട്, ഒരുപാട് എല്ലാവരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാം, അങ്ങനെ ആ ഒരു സൗഹൃദം, അതാണ് സ്പീക്കർ പറഞ്ഞത്, വളരെ പീരങ്കിയുമായി മുഖത്തോട് മുഖം നിൽക്കുന്ന ചർച്ചാവേളയിൽ നിൽക്കുന്ന അംഗങ്ങൾ ആ ചർച്ച കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചായ നുണയുന്നത് അപൂർവമായി കേരളത്തിൽ മാത്രമുള്ള ഒരു മഹത്വമായി ഞാൻ കാണുകയാണ്. അങ്ങനെയുള്ള നിയമസഭയുടെ എത്രയോ വർഷം, സിൽവർ ജൂബിലി വർഷമാണ് ഞങ്ങളൊക്കെ ആദ്യം സഭയിലെത്തിയത്. ഇപ്പോൾ കാലം മാറി. മുമ്പ് ശ്രീ SR ശക്തിധരനെ പോലെയുള്ള അല്ലെങ്കിൽ മൺമറഞ്ഞ KR ചുമ്മാറിനെ പോലെയുള്ള വലിയ പത്രപ്രവർത്തകരാണ് നിയമസഭാ പ്രവർത്തനങ്ങൾ പത്രത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടം കൂടി അതിൽ പ്രതിഫലിക്കാറുണ്ട്. പക്ഷേ ഇന്നതല്ല. അടുക്കളയിലിരിക്കുന്ന വീട്ടമ്മയ്ക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരനും എവിടെയിരുന്നും നിയമസഭാ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്ന തരത്തിലേക്ക്
നമ്മുടെ ലോകം പുരോഗമിച്ചു, നിയമസഭാ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മഹത്വം വർദ്ധിച്ചു. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക മാത്രമേ നമുക്ക് കഴിയുള്ളൂ. പക്ഷേ ആവേശമുണ്ടാകുമ്പോൾ അല്പം അണപൊട്ടി എഴുതുന്ന തെറ്റില്ലെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അത് പിടിച്ചു നിർത്താനും നമുക്ക് കഴിയും എന്ന് നമ്മുടെ ഈ നിയമസഭയുടെ ചരിത്രം തന്നെ തെളിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്തരം ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ, അതിന് ഔദ്യോഗികമായ ഒരു അംഗീകാരം നൽകുവാൻ മുന്നോട്ട് വന്ന സ്പീക്കറെയും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ സമ്മേളനത്തിന് നോട്ടീസ് അയച്ചതിന് ശേഷം എത്രയോ തവണയാണ് നമ്മുടെ മുൻ MLA-മാരെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഡേറ്റ് മാറ്റിയതിന് രണ്ടാമത്തെ, അങ്ങനെ എത്രയോ കത്തുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും ചടുലമായി പ്രവർത്തിച്ചത് തീർച്ചയായും സ്പീക്കറുടെ മാർഗനിർദ്ദേശം കൊണ്ടാണെന്ന് തന്നെ ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ പരിഗണന തുടർന്നുള്ള നാളിലും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, മുൻ നിയമസഭാ അംഗങ്ങളുടെ ഫോറമാണ്. ആ മുൻ നിയമസഭാ അംഗങ്ങളുടെ ഫോറത്തിന് ബലം കിട്ടണമെങ്കിൽ തീർച്ചയായും സ്പീക്കർ കൂടി ഒന്ന് മനസ്സ് വെക്കണം. കാരണം ഞങ്ങൾ പല നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുമ്പോഴും ഞങ്ങൾ ആ നിവേദനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്പീക്കർ ഇങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങൾക്കൊരു മനസ്സിനൊരു വല്ലാത്ത കുളിർമയുണ്ട്. അതാണിപ്പോൾ എല്ലാവരും ഈ വീൽ ചെയറിലാണെങ്കിൽ പോലും വരാനുള്ള ഒരു ഊർജ്ജം, ആ ഊർജ്ജം നിലനിർത്താൻ നിയമസഭയ്ക്ക് കഴിയട്ടെ, അതിൻ്റെ തലവനായ സ്പീക്കർക്ക് കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഗുരുതുല്യരായ എല്ലാവരോടും, കാര്യം പലരെയും പലപ്പോഴും കാണാറില്ല, പക്ഷേ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ്, ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന സന്ദർഭങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതും ജീവിതത്തിലെ ഒരു അപൂർവ സൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. എല്ലാവർക്കും നമസ്കാരം നേരുന്നു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു, സ്പീക്കറെയും നിയമസഭാ സെക്രട്ടേറിയറ്റെയും അഭിനന്ദിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഈ മുൻ എന്നുള്ളതിവിടെ പലരും പറഞ്ഞതുപോലെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറ്റാത്ത ഒന്നാണ് മുൻ. പക്ഷേ ആ മുന്നിന് ഒരു വെയിറ്റേജ് ഉണ്ടാക്കാൻ തീർച്ചയായും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറും സെക്രട്ടേറിയറ്റും കൂടുതൽ താല്പര്യം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി സാർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മുൻ നിയമസഭാ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ R. രാജേന്ദ്രബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സ്പീക്കർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ 2 പ്രാവശ്യം നിയമസഭാ സെക്രട്ടറി ആയി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രീമാൻ വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറായിരിക്കുന്ന കാലത്തും, പിന്നീട് ശ്രീ വിജയകുമാർ സ്പീക്കറായിരുന്ന കാലത്തും എനിക്ക് നിയമസഭാ സെക്രട്ടറിയായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ആദ്യം പഴയ ബിൽഡിങ്ങിലായിരുന്നു, രണ്ടാമത് പുതിയ ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു സെക്രട്ടറി. ഇന്ന് ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ അവസരം നൽകിയ ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ സെക്രട്ടറിക്കും നിയമസഭയിലെ ഒരു ഉദ്യോഗസ്ഥനും നിയമസഭയ്ക്കകത്ത് ശബ്ദം ഉയർത്താൻ അധികാരമില്ല, അവകാശമില്ല. അവിടെ MLA-മാർക്ക് മാത്രമേ ശബ്ദമുള്ളൂ. അപ്പോൾ ശബ്ദമില്ലാതെ ആ നിയമസഭാ സമ്മേളനം സംഘടിപ്പിക്കുന്ന സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ഇന്ന് ഈ വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. അത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. നേരത്തെ സ്പീക്കർ അദ്ദേഹം പറഞ്ഞത് ഇത് നിയമസഭാ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സംസാരിക്കാൻ അവസരം തന്നതിന് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻസ് അസംബ്ലി ഡിബേറ്റ്സ് മലയാളത്തിൽ
തർജ്ജിമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന അത് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് ഒരു ചരിത്ര സംഭവമായി തന്നെ ഇരിക്കും. അതുപോലെ ഒരുപക്ഷെ ഇതിൽ ചിലർക്കെങ്കിലും ചില MLA-മാർക്കെങ്കിലും അറിയാം, 1990-ലാണെന്ന് തോന്നുന്നു കേരള നിയമസഭ ഒരു സോവനീർ പബ്ലിഷ് ചെയ്തിരുന്നു. ലെജിസ്ലേറ്റീവ് ബോഡീസ് 100 years ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് 100 വർഷത്തെ ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് കേരളത്തിൽ അതിൻ്റെ ഒരു സോവനീറാണ് അന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത്. ഞാനന്ന് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ്. അതൊരു റെഫറൻസ് ബുക്കാണ്. അത് പഴയ കാലത്തെ വിളംബരങ്ങളും നിയമങ്ങളും രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും അതുപോലെ തന്നെ ആ സോവനീറിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ രേഖകളൊന്നും ഇനി പലയിടത്തും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അതൊരു റെഫറൻസ് ബുക്കായി ഇരിക്കുകയാണ്. ആ റെഫറൻസ് ബുക്ക് പഴയ MLA-മാരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിൻ്റെ ചുമതലക്കാരായി അന്ന് സ്പീക്കർ ഒരു കമ്മിറ്റി നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് KV സുരേന്ദ്രനാഥ് MLA ആയിരുന്നു. അതിൽ അംഗങ്ങൾ ശ്രീ പന്തളം സുധാകരൻ അതിലൊരംഗമായിരുന്നു, ശ്രീ ബാബു ദിവാകരൻ അതിലൊരംഗമായിരുന്നു. ആ സോവനീർ 1000-ൽ കൂടുതൽ പേജുകളുണ്ട്. പ്രഗത്ഭരായ നമ്മുടെ നേതാക്കളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പോലും അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് വളരെയേറെ എല്ലാവരുടെയും ഫോട്ടോകൾ വളരെ ശ്രമകരമായി ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയിലെ സ്റ്റാഫ് കളക്ട് ചെയ്താണത് എത്തിച്ചിരിക്കുന്നത്. ഒരു ചരിത്ര രേഖയാണത്. നമ്മുടെ 100 വർഷത്തെ 88 മുതൽ 1888 മുതൽ 1988 വരെയുള്ള ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് മുഴുവൻ അതിൻ്റെ ബൃക്കത്തുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോട്ടോയും നമ്മളത് കളക്ട് ചെയ്തു. അങ്ങനെ വളരെ ഒരു ചരിത്രരേഖ ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനോടും അന്നത്തെ MLA-മാരോടും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. കൂടുതലായി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ദേശാഭിമാനി സീനിയർ ജേർണലിസ്റ്റ് ശ്രീ SR ശക്തിധരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു അപൂർവമായ ചടങ്ങിനാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നിയമസഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ തരത്തിലും കേരളവും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ അവിസ്മരണീയമായ പല സംരംഭങ്ങൾക്കും നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരു നിയമസഭയാണ്. ഞാൻ ഈ നിയമസഭയിലെ ഒരു പത്രപ്രവർത്തകനായി ആദ്യമായി കടന്നു വരുന്നത് 1972 ഫെബ്രുവരി 13 ഒരു തിങ്കളാഴ്ചയാണ്. നേരെ നിയമസഭയിലേക്കാണ് വരുന്നത്. തിരുവനന്തപുരത്തെ പത്രലേഖകൻ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റിട്ട് ആദ്യമായി കടന്നു വരുന്ന ഈ പറഞ്ഞ ദിവസം കേരള നിയമസഭയിലേക്കായിരുന്നു. ആ കേരള നിയമസഭയുടെ ഒരു അപൂർവമായ സംഗമത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അന്നത്തെ കാലത്തെ പത്രലേഖകരിൽ
നിയമസഭാ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളിൽ വളരെ അപൂർവം ആളുകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കേരള നിയമസഭയ്ക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളുമുണ്ട്. ഇവിടെ അടിപിടി നടക്കാറുണ്ടായിരുന്നു നിയമസഭയിൽ. ഞാനൊക്കെ വന്ന കാലത്ത് എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയിട്ടുണ്ടത്. പലതരത്തിലുള്ള നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിയമസഭയിൽ നടക്കുന്നു എന്നുള്ളത് നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് യാതൊരു ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെല്ലാവരും കൂടി ഒന്നിച്ച് കോഫി ഹൗസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മുറിയിലോ ഇരുന്ന് വർത്തമാനം പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനും കഴിയും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു നിയമസഭയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള സംസ്ഥാന നിയമസഭകളിലൊന്നായിരിക്കണം കേരള നിയമസഭ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു പകലും രാത്രിയും തുടർച്ചയായിരുന്ന് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഏക നിയമസഭ കേരള നിയമസഭയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും വിലയിരുത്തലും. പത്രപ്രവർത്തകരും നിയമസഭാ സാമാജികന്മാരും നിയമസഭാ ഹാളിൽ നിന്ന് വെളിയിൽ പോകാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെളിയിൽ പോകും, ഭക്ഷണം കഴിക്കാനോ മറ്റേതെങ്കിലും തരത്തിലൊക്കെയുള്ള സന്ദർഭങ്ങൾ. അതല്ലാതെ തുടർച്ചയായി നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിയമസഭാംഗങ്ങളും ആ നിയമസഭാ സംവിധാനവും ആ നിയമസഭാ സെക്രട്ടേറിയറ്റും അവിടുത്തെ ജീവനക്കാരും പത്രലേഖകരും എല്ലാം 24 മണിക്കൂറും ഉറക്കമൊഴിച്ചിരുന്ന് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ഏക നിയമസഭ ഒരുപക്ഷേ കേരള നിയമസഭയായിരിക്കും എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോരുത്. ശ്രീമതി ഗൗരിയമ്മ അവതരിപ്പിച്ച പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന ബില്ല്, ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ആ കാലത്ത് നിയമസഭയിലുണ്ടായിരുന്ന അന്നത്തെ ആളുകളിൽ എത്ര പേരിന്നിപ്പോൾ ഈ ഹാളിലുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എന്തായാലും കുറേ ആളുകളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിയിട്ടുള്ള ഒരു അവിസ്മരണീയമായ നിയമസഭ ചരിത്രമുള്ള ഒരു നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ എന്ന് പറയുന്നത്. ഈ നിയമസഭയുടെ എല്ലാവർക്കും ഒത്തൊരുമിക്കുന്നതിന് ഇതൊരു സർവകലാശാല പോലെയാണ് എന്നിവിടെ സൂചിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നത്തെ കാലത്തെ നിയമസഭാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്തുള്ള ആ ഹാളിലായിരുന്നു മിക്കവാറും. ഈ ഹാള് വരുന്നത് എം വിജയകുമാർ സ്പീക്കറായിരിക്കുന്ന കാലത്താണ്. ഇവിടുത്തെ ഈ നിയമസഭ മന്ദിരം പടുത്തുയർത്തി ഇതിനകത്തേക്ക് മാറി വരുന്നത് ഈ നിയമസഭാ ഹാളിലേക്കാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ടി, കാരണം അന്നത്തെ നിയമസഭാ ഹാളെന്ന് പറഞ്ഞാൽ ഒരു ഇട്ടാവട്ടത്തിലുള്ള സ്ഥലമാണ്. MLA മാരും പത്രലേഖകരും തമ്മിൽ തോണ്ടി വിളിക്കാവുന്ന ദൂരത്തിലാണ് നിയമസഭയ്ക്കകത്തിരിക്കുന്നത്. പല കാര്യങ്ങളും പത്രപ്രവർത്തകർ കുസൃതികൾ കാണിക്കാറുണ്ട്. ഒരുപാട് കുസൃതികൾ പത്രപ്രവർത്തകർ നമ്മുടെ MLA മാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുമുണ്ട്. ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ. അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം ആണ് അതിനകത്ത് കാണുന്നത്. പല ചോദ്യങ്ങളും എഴുതി കൊടുത്ത് അപ്പം തന്നെ MLA കൊണ്ട് ചോദിപ്പിക്കുക, അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യിക്കുക ഒക്കെയുള്ള ഒരുപാട് കർമ്മങ്ങളിൽ കൂടി അന്നത്തെ പത്രപ്രവർത്തകർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു മധുരസ്മരണയോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന 2 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന EMS നടന്ന് ശാന്തിനഗറിൽ നിന്ന് നിയമസഭയിലേക്ക് വരും. അന്ന് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഞാനും അവിടെയായിരുന്നു താമസം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ നടന്നു വരാനായിട്ടുള്ള സൗകര്യം നിയമസഭാ ഹാളിലേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചില MLA മാർ പോകുന്നത് കാണാം. അപ്പോൾ ഒരിക്കലും EMS ചോദിച്ചു, എന്താ എപ്പോഴും ഈ MLA ഇതിലേ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു, അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ പോയി പുള്ളി സിഗരറ്റും മേടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ IB ഈഡൻ്റെ ഫാദർ ജോർജ് ഈഡൻ, അദ്ദേഹം മിക്കവാറും ഞങ്ങൾ നടന്നു വരുമ്പോൾ, എല്ലായ്പ്പോഴും അല്ല, കാരണം അന്ന് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഇല്ല. പറയുന്നത് ശരിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പാർട്ടിക്കന്ന് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കാറില്ലായിരുന്നു. ആകെക്കൂടി ഒരു കാറാണ് ഉണ്ടായിരുന്നത്. അത് വല്ലപ്പോഴും CH കണാരനോ അഴീക്കോടൻ രാഘവനോ ആരെങ്കിലുമൊക്കെ കേരളത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലേക്കും പോയാൽ അത് നിയമസഭയുള്ള അവസരങ്ങളിലാണെങ്കിൽ EMS നടന്നു പോരേണ്ടി വരും. ഒരു കാറ് വാടകയ്ക്ക് വിളിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ പുള്ളി പറയും നമുക്കിവിടെ നിന്ന് നടന്നു പോകാം, അത്ര ദൂരമേ ഉള്ളൂ.
ഈ നമ്മുടെ പഴയ നിയമസഭകളുടെ തൊട്ടുപുറകിൽ. അപ്പോൾ അങ്ങനെ നടന്നു വന്ന അനുഭവവും നമ്മുടെ ഈ കേരള നിയമസഭയ്ക്ക് അതിൻ്റെ ഒരു മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് നടന്നു വന്നു എന്നുള്ള പെയ്തുറമ്പുന്ന ഓർമ്മ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ മുഖ്യമന്ത്രിയും നമുക്കിവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരും എല്ലാവരും അതേപോലെ സമാന ചിന്താഗതിക്കാരായിരുന്നു. അവരാരും മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഭീകരന്മാരാണെന്നോ മഹാന്മാരാണെന്നോ ഒന്നും ഭാവിച്ചിട്ടുള്ളവരല്ല. കരുണാകരനായാലും ആൻ്റണി ആയാലും VS ആയാലും ഉമ്മൻചാണ്ടി ആയാലും ആരായാലും എല്ലാ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരുമായിട്ടും നല്ലപോലെ മിങ്കിൾ ചെയ്യുക, കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് അവർ ഒരു ഏണിയായിട്ട് പത്രപ്രവർത്തകരെ പരിഗണിച്ചിരുന്നു ആ കാലത്ത് എന്നുള്ളതൊരു വസ്തുതയായിരുന്നു. പല കാര്യങ്ങളിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും പല കാര്യങ്ങളിലും ഉപദ്രവം ഉണ്ടാക്കാനും പത്രലേഖകന്മാർക്ക് ആ കാലത്ത് കഴിയുമായിരുന്നു. ഇന്നും കഴിയുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ ഓർമ്മകളുടെ ഒരു ഓർമ്മച്ചപ്പ് തുറന്നാൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് മുഴുവൻ പറയാനിവിടെ നേരെയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വേദിയൊരുക്കുന്നതിന് നമ്മുടെ നിയമസഭാ സ്പീക്കർ, അദ്ദേഹം ഇവിടെ മാത്രമല്ല വേറെ പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് തുടർന്നും നടക്കുന്നത് നമ്മുടെ നിയമസഭാ സാമാജികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിൽ കുളിർമയുണ്ടാക്കുന്നതാണ്, സന്തോഷമുണ്ടാക്കുന്നതാണെന്ന് ഇന്നത്തെ ഇവിടുത്തെ ഈ അനുഭവം തന്നെ നമുക്ക് ബോധ്യമാക്കും. അതിനുള്ള സൗകര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഷംസീറിനെയും അതുപോലെ തന്നെ ചിറ്റയും ഗോപകുമാറിനെയും മറ്റ് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. നന്ദി സാർ. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി റിട്ടയേർഡ് ജോയിൻറ്റ് സെക്രട്ടറിയും കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയുമായ ശ്രീമതി S. ജയശ്രീയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സർ, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ AN ഷംസീർ ബഹുമാനപ്പെട്ട സ്പീക്കർ, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ഡോക്ടർ N. കൃഷ്ണകുമാർ സർ, ആശംസാ പ്രസംഗം നടത്തിയ മുൻ സ്പീക്കർമാർ, മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ, മുൻ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ R. രാജേന്ദ്ര ബാബു, ദേശാഭിമാനി സീനിയർ ജേർണലിസ്റ്റ് ശ്രീ SR ശക്തിധരൻ സർ, സ്പെഷ്യൽ സെക്രട്ടറി ഷാജി C. ബേബി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, നിയമസഭാ സെക്രട്ടേറിയറ്റ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ എനിക്ക് ഇവിടെ 2 വാക്ക് സംസാരിക്കാനായിട്ട് അവസരം തന്നതിൽ ആദ്യമായി ഞാൻ സ്പീക്കർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നിയമസഭാ സെക്രട്ടേറിയറ്റ് കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും. നമ്മൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാരിവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ജീവനക്കാർ. വേറെ ഒരു ഓഫീസിലും ഇല്ലാത്ത അതായത് പറയാറുണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കേരള നിയമസഭ എന്ന്. ഇവിടെ നിയമസഭയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാലും ഒരു സ്ഥാനം തിരിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള നമുക്കൊരു പരിഗണന നമുക്ക് കിട്ടും എന്നുള്ള കാര്യം വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നമ്മുടെ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പേര് പറയുകയാണെങ്കിൽ 2005 ഇത് രൂപം കൊണ്ടത്. 25 വർഷം കഴിഞ്ഞു. 25 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാർഷിക സമ്മേളനമൊക്കെ നമ്മളിവിടെ ബാങ്കറ്റ് ഹാളിൽ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട സ്പീക്കർ ബാങ്കറ്റ് ഹാൾ അനുവദിച്ചു തന്നു. അപ്പോൾ സ്പീക്കർ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് സമീപിച്ചാലും സ്പീക്കറുടെ ഓഫീസും ഇവിടുത്തെ ജീവനക്കാരും വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ഞങ്ങൾക്ക് പെരുമാറിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ നിയമസഭയുടെ വാഹനം നമുക്ക് ലഭ്യമാക്കാറുണ്ട് യാത്രയ്ക്ക് പോകാനായിട്ട്. പിന്നെ ഒരു സ്വന്തമായിട്ട് ഓഫീസ് റൂം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നിയമസഭയുടെ സ്പീക്കറുടെ ഓഫീസിലെയും ഇവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ ഉള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പിന്നെ ഈ പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്നുള്ള പ്രോഗ്രാം അതിൻ്റെ നോട്ടീസ് വായിക്കുമ്പോൾ തന്നെ ഞാനിവിടെ അസിസ്റ്റൻ്റായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് 93-ലാണ്. 93 പ്രവേശിക്കുമ്പോൾ ശരിക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഒത്തിരി പ്രത്യേക തരത്തിലുള്ള ജോലിയാണ് നിയമസഭയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നിരുന്നു. MLA മാരാണെങ്കിലും ഒത്തിരി MLA മാരുടെ കൂടെ നമ്മൾ നിയമസഭാ കമ്മിറ്റികളിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരിക്കലും നമുക്ക് സാധാരണ സർക്കാർ ഓഫീസിലുള്ള ഒരു അനുഭവം അല്ല. നിയമസഭയുടെ വർക്കെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള വർക്കാണ്. അപ്പം അന്ന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു കാര്യത്തിനും നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ട്രാൻസ്ഫർ ഇല്ലാത്ത ഓഫീസാണിത്. ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്യണവരെയും ഇവിടെ തന്നെ ഇരിക്കാം. നമുക്ക് ഫ്ലോർ സെക്ഷൻസ് മാത്രം മാറിയാൽ മതി. അത് എന്നെ സംബന്ധിച്ച് വളരെ ഒരു സഹായകരമായിട്ടുള്ള വ്യവസ്ഥയാണ്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഓഫീസെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. പിന്നെ ഇത്രയും ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം. പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ 2 വാക്ക് പറയാൻ അവസരം തന്നതിൽ അതിലേറെ സന്തോഷം. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി മാഡം. ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകർ, ഗുരുജനങ്ങൾ, മുൻ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ചടങ്ങിനെ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അത്ഭുതമായ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറിന് ഈ നിയമസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ യോഗം പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാറിന് പ്രത്യേകം ഈ ചടങ്ങിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ആശംസാ പ്രസംഗം നടത്തി നമ്മുടെ നമ്മുടെ ഓർമ്മകളിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോയ മുൻ സ്പീക്കർ ശ്രീ എം വിജയകുമാർ സാർ, എൻ ശക്തൻ സാർ എന്നിവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ആശംസാ പ്രസംഗം നടത്തുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത മുൻ നിയമസഭാ സെക്രട്ടറി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ആർ രാജേന്ദ്രബാബു സാറിന് ഈ ചടങ്ങിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീ എസ് ആർ ശക്തിധരൻ സാർ, ദേശാഭിമാനി സീനിയർ ജേർണലിസ്റ്റ്, അതുപോലെ റിട്ടയർ ജോയിൻറ്റ് സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി എസ് ജയശ്രീ എന്നിവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ആശംസാ പ്രസംഗം നടത്തിയ മുൻ മന്ത്രിയും ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഫോമർ MLA ഫോറത്തിൻ്റെ സെക്രട്ടറിയുമായ പന്തളം സുധാകരൻ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പുണ്ട്, മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ മന്ത്രിമാരുണ്ട്, ഇപ്പോഴത്തെ MLAമാരുണ്ട്, മുൻ മന്ത്രിമാർ, മുൻ MLAമാർ എന്നിവർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ റിട്ടയർ ചെയ്തു പോയിട്ടുള്ള ഇവിടെ നിന്നുള്ള ഒരുപാട് ജീവനക്കാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. തീരെ സുഖമില്ലാഞ്ഞിട്ട് പോലും പലരും വീൽ ചെയറിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ജീവനക്കാർ, ഇപ്പോൾ സഹപ്രവർത്തകർ ഒരുപാട് പേരോട് എത്തിയുണ്ട്. എല്ലാവർക്കും പ്രത്യേക ഈ നിയമസഭാ സെക്രട്ടറിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങ് അതുപോലെ ധന്യമാക്കിയ കുടുംബാംഗങ്ങൾ, നമ്മുടെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ, മുൻ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ, MLAമാരുടെയും ex-MLAമാരുടെയും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി. താങ്ക് യു.